ഇത് വട്ടവടയിലേക്കുള്ള യാത്രയാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന പച്ചപ്പ് കൊതിക്കുന്ന മലയാളിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇടുക്കി എന്ന മിടുക്കിയുടെ കേശഭാരം പോലെ പച്ചപ്പ് പരന്നു കിടക്കുന്ന മൂന്നാറിലെ ആനമുടിയുടെ താഴ്വാരത്തിലൂടെ മാട്ടുപ്പെട്ടിയും എക്കോ പോയിന്റും കുണ്ടല ഡാമും കടന്ന് പാമ്പാടും ചോല ദേശീയ ഉദ്യാനത്തിലൂടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വിളയുന്ന കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലുള്ള പൊന്നു വിളയുന്ന മണ്ണിലേക്കുള്ള യാത്ര. ഈ യാത്ര തുടങ്ങുന്ന കോട്ടയം ജില്ലയിലെ റബ്ബറിന്റെ സ്വന്തം നാടായ പാലായ്ക്കടുത്ത് ഏകദേശം 20,000 ആളുകൾ ജീവിക്കുന്ന കടനാട് എന്ന ഗ്രാമത്തിൽ നിന്നാണ്. മലയോര നാടുകളുടേതായ ശുദ്ധവായു, മലിനമാകാത്ത വെള്ളം, കണ്ണിന് കുളിർമേകുന്ന പച്ചപ്പും ചെറുപ്പം മുതൽ കാണുന്നതിനാൽ ഞങ്ങൾക്ക് പച്ചപ്പ് അത്ര പുതുമയൊന്നുമല്ല. പക്ഷേ ഉയർന്ന സ്ഥലങ്ങളുടെ പ്രത്യേകതയായ തണുപ്പും കോടമഞ്ഞും ഞങ്ങൾക്കൊരു അതിശയം തന്നെയാണ്. പറഞ്ഞു കേട്ടും ഇടയ്ക്ക് ഹൈറേഞ്ച് കയറിയുമൊക്കെ ഞങ്ങളിൽ പലരും ഇവ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇവ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളും ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ എന്നെ യാത്രയിൽ പിടിച്ചിരുത്തുന്നത് ഞാൻ ഇന്ന് വരെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച വെറും 3000 ആളുകൾ മാത്രം ജീവിക്കുന്ന വട്ടവട എന്ന ഗ്രാമമാണ്. 20,000 ആളുകൾ ജീവിക്കുന്ന കടനാട് തന്നെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടാവും? ശരിക്കും ഈ യാത്ര കടനാട് മുതൽ നെല്ലാപ്പാറ വരെ കോട്ടയം ജില്ലയും, തൊടുപുഴ ഭാഗം ഇടുക്കി ജില്ലയും, നേരിമംഗലം എറണാകുളം ജില്ലയും, ഏരിമംഗലം പാലം കടക്കുന്നതോടെ വീണ്ടും ഇടുക്കി ജില്ലയിലും കയറുന്നു. ഇരുവശങ്ങളിലും കാട്ടുമരങ്ങളുടെ മലയുടെ ഓരത്തുകൂടെ ഓരോ മലഞ്ചെരിവും അറിഞ്ഞ് പതിയെ പതിയെ മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ വണ്ടിയിലിരുന്ന അവിടിവിടെ കുരങ്ങന്മാരെ കാണാൻ സാധിക്കും. അടിമാലി എത്തുന്നതിന് മുന്നേ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് കണ്ണോടിച്ചെങ്കിലും അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. വന്യമായ സൗന്ദര്യമുള്ള വെള്ളച്ചാട്ടമുണ്ടെങ്കിലും ചീയപ്പാറ എത്തുമ്പോൾ 2013 സംഭവിച്ച 15ഓളം ആളുകളുടെ ജീവനെടുത്ത ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് ഓർത്തുപോകും. വനഭൂമി ആയതുകൊണ്ടാണോ എന്തോ കുറച്ചുകൂടെ സേഫായ വഴി ഇവിടെ ആവശ്യമായിട്ടും ഇന്നും മാറ്റം ഇവിടെ ദൃശ്യമല്ല. ഈ വഴി ബ്ലോക്കായ ഇടുക്കിക്കാർക്ക് കട്ടപ്പന വഴി ഏലപ്പാറ കറങ്ങി പോകേണ്ടി വരില്ലേ? അതല്ലെങ്കിൽ മുട്ടം വഴി വരണം. ഇതല്ലാതെ മറ്റു വഴികളുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അതൊക്കെ പോട്ടെ. അടിമാലി കഴിയുമ്പോഴാണ് യാത്രയുടെ ഭംഗി കൂടി തുടങ്ങുന്നത്. തണുപ്പ് കൂടിക്കൂടി വരുന്നു. കൂടാതെ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. 31 മീറ്റർ മാത്രം സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുണ്ടായിരുന്ന പാലായിൽ നിന്ന് പോന്ന നമ്മൾ ഇപ്പോഴുള്ളത് 1600 മീറ്റർ ഉയരത്തിലാണ്. കാഴ്ചകൾ കൗതുകമുളവാക്കുന്നുണ്ടെങ്കിൽ കണക്കുകൾ ഭയപ്പെടുത്തുന്നു. മനുഷ്യനെ സമ്മതിക്കാതെ വയ്യ. ഇത്രയും ഉയരത്തിൽ വണ്ടിയോ മറ്റ് ഉപകരണങ്ങളോ ഇല്ലാത്ത കാലത്ത് വെറും തൂമ്പായും കൈക്കോട്ടുമായി മലകയറി കൈക്കരുത്തിൻ്റെയും മനഃശക്തിയുടെയും ബലത്തിൽ വെട്ടി നിരത്തിയതും പിടിച്ചടക്കിയതുമായ ഏക്കർ കണക്കിന് സ്ഥലമാണ് മുന്നിൽ. ഇന്ന് നാട്ടിൽ പുലിയെ കണ്ടു, പെരുമ്പാമ്പ് വഴിയിൽ എന്നതൊക്കെ വാർത്തയാണെങ്കിൽ അന്ന് ഇവയുടെയൊക്കെ മുന്നിലേക്ക് യാതൊരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ വെറും ചങ്കൂറ്റം കൊണ്ട് മാത്രം കടന്നു എന്നോണ്ടിരുന്ന മനുഷ്യർ. ഇത് അന്ന് മാത്രമല്ല കേട്ടോ, ഇന്നും ഭയം കൊണ്ട് പിന്നോട്ട് നിൽക്കുന്നവർക്ക് വെട്ടിപ്പിടിക്കാൻ പോയിട്ട് നിലനിൽക്കുന്ന മണ്ണ് പോലും സംരക്ഷിക്കാൻ സാധിക്കില്ല. ഈ മണ്ണൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ അധ്വാനിക്കാനും ആഗ്രഹിക്കുന്നതൊക്കെ നേടാനും ഒരു മോട്ടിവേഷൻ തോന്നുന്നത്. മനുഷ്യന്റെ ആലസ്യത്തെ അകറ്റാനും അടഞ്ഞുകിടക്കുന്ന ഉൾമനസ്സിനെ ഉണർത്താനും യാത്ര അനിവാര്യമാണ്. അത്തരത്തിലൊരു യാത്രയാണിത്. ഞങ്ങൾക്ക് പ്രിയങ്കരമായ കുടുംബങ്ങളാണ് ഈ വണ്ടിക്കുള്ളിലുള്ളത്. അവരുടെ കണ്ണിൽ വിരിയുന്ന ഓരോ തിളക്കവും നമുക്കുള്ള ഊർജ്ജമാണ്. ഇതൊരു സ്ഥലം കാണാനുള്ള യാത്ര മാത്രമല്ല, ഒരു ദിവസം ഒന്നിച്ച് ചിലവഴിക്കാനും പരിചയങ്ങൾ പുതുക്കാനും മനസ്സുകൾ ആഴത്തിലറിയാനുമുള്ള സമയമാണ്. മൂന്നാറിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ 1600 മീറ്റർ ഉയരത്തിൽ വെസ്റ്റേൺ ഘട്ടിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ സൗത്ത് ഇന്ത്യയുടെ കാശ്മീർ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ച സ്ഥലമാണിത്. ആദ്യകാലത്ത് തമിഴരും ചുരുക്കം മലയാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവരെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളായാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. തേയിലത്തോട്ടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജരും ഒക്കെ ബ്രിട്ടീഷുകാരായിരുന്നു. അക്കാലത്ത് അവർക്ക് താമസിക്കാനായി പണിത് ഒരുപാട് ബംഗ്ലാവുകൾ മൂന്നാറിലുണ്ട്. അവയൊക്കെയാണ് ഇന്ന് ടൂറിസത്തിന് ശക്തി പകരുന്നത്. 2000-ലാണ് കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ മൂന്നാറിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. 1924-ലെ കനത്ത പ്രളയത്തിൽ മൂന്നാർ ടൗണും തീവണ്ടി പാതയും തകർന്നു. 1900 തൊട്ടുള്ള കാലഘട്ടങ്ങളിലാണ് വിവിധ ജലവൈദ്യുത പദ്ധതികളും ഡാമുകളും നിർമ്മിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള മൂന്നാറിന്റെ കാഴ്ചകൾ ഒരു ദിവസം കൊണ്ടോ ചെറിയൊരു യാത്ര കൊണ്ടോ പൂർണ്ണമായും കാണാൻ സാധിക്കില്ല. ഇവിടം പൂർണ്ണമായും കാണണമെങ്കിൽ പ്രാദേശികമായി ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അറിവുള്ള ആളുകളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. എങ്കിലും ഈ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ തന്നെ മൂന്നാറിന്റെ സൗന്ദര്യം അടിവരയിടുന്നതാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.